ഹായ് വെൽക്കം ടു മൈ ചാനൽ വിവി വ്ളോഗ്സ്. സോ ഇന്ന് നമ്മളൊരു കോൾ പ്രോസസ് ചാർക്കോൾ സോപ്പാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ഇത് ടൈറ്റേനിയം ഡയോക്സൈഡ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആൻഡ് ഞാൻ ഒരു 3 ലിറ്റർ സോപ്പ് ഉണ്ടാക്കാനുള്ള ഓയിൽസ് എടുത്തിട്ടുണ്ട്. 3 kg സോപ്പ് സോ ഇതിന് ഞാൻ ബ്ലെൻഡ് ഓഫ് ഓയിൽസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ഷുഗർ സിറപ്പ്, സൺഫ്ലവർ ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിലൊക്കെ. സോ ഇത് റിഫൈൻഡ് ഷിയ ബട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സോ ഇത്രയും ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 സെറ്റ് ഓഫ് സോപ്പ് ബാർസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത്രയും ചെയ്തത്. ആൻഡ് ഞാനിത് ഈ ഷിയ ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്യാതെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ് ഓയിൽസായിട്ട് മിക്സ് ആവാനായിട്ട്. ഇതിനകത്തേക്ക് നമുക്ക് ലൈ ആഡ് ചെയ്യാം. സോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലെൻഡർ മാറ്റി വെച്ചു. അതിന് ശേഷം ഞാൻ കോസ്റ്റിക് സോഡ ആഡ് ചെയ്യണം. കോസ്റ്റിക് സോഡ എപ്പോഴും ഞാൻ ഫിൽറ്റർ ചെയ്തിട്ടാണ് സോപ്പിൻ്റെ ബേസിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്. സോ ഇത് എൻ്റെ ഒരു ക്വിക്ക് ബ്ലെൻഡ് കൊടുക്കാം. കംപ്ലീറ്റ് ട്രേസിലേക്ക് കൊണ്ടുവരേണ്ട, കാരണം വെച്ചാൽ എനിക്ക് കളേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ ഫ്രേഗ്രൻസ് ഫ്രീ സോപ്പാണ് ചെയ്യുന്നത്, കാരണം സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ഫേസിലും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർക്കോൾ സോപ്പ് വാങ്ങുന്നത്. സോ അങ്ങനെ ഒരു പേർപ്പസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഫ്രേഗ്രൻസ് ആഡ് ചെയ്തില്ല. ചെറിയൊരു സ്പില്ലുണ്ടായി, അത് ഞാൻ ഒഴിച്ചതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. സോ അപ്പോൾ ഞാൻ ഇത് 2 മാറ്റിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ പോർഷനിലേക്ക് വൈറ്റ് ആഡ് ചെയ്യാനാണ്. വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം ഞാൻ 2 ടീസ്പൂൺ ചോക്ലേറ്റ് ക്ലേ ആണ് ആഡ് ചെയ്തത്. ചോക്ലേറ്റ് ക്ലേ ഈസ് ഗുഡ് ഫോർ യുവർ സ്കിൻ. അങ്ങനെ അതിൻ്റെ മുകളിൽ ഞാൻ ആക്ടിവേറ്റഡ് ചാർക്കോളും 2 ടീസ്പൂൺ ആഡ് ചെയ്തു. സോ ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ തന്നെ ശരിക്കും ആഡ് ചെയ്യാൻ നേരത്ത് നന്നായിട്ടൊന്ന് തിക്കനപ്പ് ആകും. സോ ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നന്നായിട്ട് 2ഉം ബ്ലെൻഡ് ചെയ്തു കളേഴ്സ്. അതിനുശേഷം ഞാൻ 2 മോൾഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യം ബ്ലാക്ക് ഒഴിച്ച് 2 മോൾഡ്സിലും ഞാൻ ബ്ലാക്ക് ഒഴിച്ച ശേഷം ഓരോ ലെയർ ബൈ ലെയർ സ്ട്രെയിറ്റ് ലെയർ അല്ല, ഞാൻ വൈറ്റും ബ്ലാക്കും അവിടെ ഇവിടെയായിട്ട് കാണുന്ന രീതിയിലാണ് ഞാൻ ഈ സോപ്പിൻ്റെ ഡിസൈൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് ഹാർഡാവാത്തതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ഇത് ഞാൻ കുറച്ച് ഇട്ട ശേഷം ടാപ്പ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അതൊരു ലെവലിൽ ആയിക്കോളും. സോ എന്താ പറയുക, അങ്ങനെ ഒരു ഇത് ആക്ച്വലി ഞാൻ വേറെ കളേഴ്സിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ ചാർക്കോൾ സോപ്പിൽ കൂടി ചെയ്യാൻ പറ്റത്. അതിനുശേഷം ഞാനത് ലെയർ ബൈ ലെയറായിട്ട് വൈറ്റും ബ്ലാക്കും മാറ്റി സ്ലാബിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് 2 സെറ്റ് ഉണ്ടാക്കുന്നതിനകത്ത് ചാർക്കോൾ സോപ്പ് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ തീർന്നു പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 സെറ്റ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഞാനൊരു സ്ക്രേപ്പർ വെച്ചിട്ട് മേലത്തെ ടോപ്പ് ലെയർ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റേ ഒരു മോൾഡിലുള്ള സോപ്പാണെങ്കിൽ നല്ല വൃത്തിക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ട് വെക്കാം. ഇതിൻ്റെ മേലിൽ അതിലൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഫില്ല് ചെയ്യുന്നത് കുറച്ചും കൂടി ബ്ലാക്ക് വെച്ചു. നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തിട്ട് ഞാനത് ഹാർഡൻ ചെയ്യാൻ പറ്റും. ഇത് 2 ദിവസം ശേഷം, അതായത് 48 hours എക്സാക്ട്ലി കഴിഞ്ഞിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. സോ കോസ്റ്റിക് സോഡ യൂസ് ചെയ്തപ്പോൾ സോപ്പ് മേക്കിംഗ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഗ്ലവ്സ് യൂസ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ 2 കൈയിലും അവിടെയും ഇവിടെയായിട്ട് നല്ല ചെറിയ മുറിവല്ല, ഇത് ആക്ച്വലി സ്കിന്ന് കുഴിഞ്ഞു പോകും ആക്ച്വലി കെമിക്കൽ. അപ്പോൾ ചെറുതായിട്ട് 2 മുറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അൺമോൾഡിങ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. സോ നമ്മൾ 2 പേരും കൂടിയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഓരോ മോൾഡ് എടുത്ത് നമ്മൾ 2 മോൾഡ് അൺമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം. അതിന് ശേഷം നമുക്ക് ഇത് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാം. സോ ഈ സോപ്പ് ശരിക്കും പറഞ്ഞാൽ സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫേസ് സോപ്പായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറേ ബെറ്റർ കോൾഡ് പ്രോസസ് സോപ്പാണ് ഒബ്വിയസ്ലി. കാരണം വെച്ചാൽ മെൽറ്റഡ്
മെൽറ്റ് ആൻഡ് പോറിൻ്റെ ബേസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബേസാണ്. അപ്പോൾ ഈ കോൾഡ് പ്രസ് സോപ്പിലാണ് നമുക്ക് പല ബ്ലെൻഡ് ഓഫ് ഓയിൽസിൻ്റെ ചെയ്യാൻ പറ്റുന്നത്. മെൽറ്റ് ആൻഡ് പോർ സോപ്പിൻ്റെ ബേസ് ശരിക്കും പറഞ്ഞാൽ ഏത് ഓയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് അത് എക്സാക്ട്ലി ആ മാനുഫാക്ചർ എടുത്ത് പോയി നോക്കിയായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അപ്പോൾ അത് ചിലപ്പോൾ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, അങ്ങനെ എന്താ ബേസിക് ഓയിൽസ് വെച്ച് ചെയ്തിരിക്കുന്നതാകാം. സോ മെൽറ്റ് ആൻഡ് പോർ സോപ്പ്സും ഞാനും യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഗോട്ട് മിൽക്ക് ബേസാണ് കൂടുതൽ ചെയ്യുന്നത്. സോ ഇത് ബാക്ക് ടു ദ സോപ്പ്. ഇത് ആക്ച്വലി കട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. സോ അപ്പം നമ്മൾ ഈ സോപ്പ് കട്ടർ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ വുഡ് ഫേർണി എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. സോ ഇത് 1 ഇഞ്ച് തിക്നെസ്സിലാണ് ഞാൻ ആ കട്ടർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് കംസ് അറൗണ്ട് 120 ഗ്രാംസോളം വരും ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് ഇത്രയും വലിയ സോപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് കുറേ പേര് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചോദിച്ചിട്ടുണ്ടാകുന്ന വെച്ചാൽ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടല്ല, നേരിട്ട് ഞാൻ സ്റ്റോൾ ഇട്ടപ്പോഴാണ് ചോദിച്ചിരുന്നത്. സോ ഇത് ആക്ച്വലി നമുക്ക് കട്ട് ചെയ്തിട്ട് 2 ബാഴ്സായിട്ട് 2 നടുക്ക് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു 4 to 6 വീക്സ് ഇത് ക്യൂർ ചെയ്യാൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റിക് സോഡയുടെ ആക്ഷനും സപ്പോണിഫിക്കേഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു, പക്ഷെ അതിൻ്റെ ഒരു ആക്ഷൻ ഇതൊക്കെ ക്യൂർ ചെയ്യാനുള്ളൊരു ടൈം നമ്മളതിന് സോപ്പിന് കൊടുക്കണം. ആൻഡ് ഒരു 6 വീക്ക് യെസ്. സോ ഇത് ലാസ്റ്റ് പാർട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് ചെറിയൊരു പോർഷനായിട്ട് കിട്ടി. അത് നമ്മൾ ആക്ച്വലി സാമ്പിൾ സോപ്പായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ തന്നെ ഈ 2 സ്ലാബ്സും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോപ്സ് പേഴ്സണലി ദിവാലിക്ക് വേണ്ടിയിട്ട് നമ്മൾ